കുഞ്ഞുനിമുത്ത് അകത്തേക്ക് കയറാത്തതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. നമ്മുടെ കട്ടിലയിൽ അനങ്ങാണ്ട് കിടന്ന കുഞ്ഞുനിമുത്താണ്. ഞാനാണെങ്കിൽ ഒരു പണി ഒപ്പിച്ചാണ് കേട്ടോ. ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പോൾ ഇന്നൊരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുനിമുത്തിന് ഈ വർഷം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയൊരു വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുടക്കം തന്നെ അമ്പലത്തിൽ നിന്നാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാണ്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ ആൾക്ക്. അപ്പോൾ ചിരിച്ച് കളിച്ച് വണ്ടിയിൽ കയറി അമ്പലത്തിലൊക്കെ ചെന്നിട്ടാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിനുമുത്തെ ഞാനിങ്ങനെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ ഇരുത്തുവേ. കാരണം എന്ന് പറഞ്ഞാൽ അവനൊരു ആൺകുട്ടിയല്ലേ, അവനിതൊക്കെ ഇങ്ങനെ എന്താ പറയുക അറിഞ്ഞും ഒക്കെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. നമ്മുടെ മടിയിലേക്ക് ഇരുത്തി കഴിഞ്ഞ് അങ്ങ് തളർന്ന് കുത്തി ഭയങ്കര അവശനായിട്ട് അങ്ങ് ഇരിക്കുകയുള്ളേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പതുക്കെ ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ ആക്കിയെടുക്കുന്നത് കേട്ടോ. അവനെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യിക്കുവേ. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്ഥലമല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ നിൽക്കണമല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും വഴിപാടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് താമസം ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊന്നും ഒരു ക്ഷമയില്ലേ. അപ്പം ഇങ്ങനെ അധികം തിരക്കില്ലാത്ത സമയത്തൊക്കെ കേട്ടോ ഞാൻ കുഞ്ഞുനിമുത്തിനെ കൊണ്ട് അമ്പലത്തിൽ പോകാറുള്ളൂ. ഇല്ല പൊക്കോ, ഇറങ്ങി പൊക്കോ, ഓടി പൊക്കോ വെച്ച് ഇവിടെ ഇരിക്കുവോ? ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കില്ല, വടി പോലെ നിൽക്കുവാ. ഇരിക്കണോ? വണ്ടിയെ കൊണ്ടിരുത്തട്ടേന്നാ ഇരിക്കണേ. അച്ഛൻ പോകുമ്പോ എടുത്തോളാം. അച്ഛൻ അവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഇരിക്കുക. എന്നാ വെയിലുള്ള വെയിലത്തിറങ്ങി നിന്നപ്പോൾ കുറച്ച് വഴക്കൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. ഭഗവാൻ കുഞ്ഞിനുമുത്തിനെ കണ്ടിട്ട് കുറേ നാളായി. അതുകൊണ്ട് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, എൻ്റെ കുഞ്ഞിനുമുത്തിനെ ഒന്ന് നടത്തിയൊക്കെ തരണ്ടേ എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് ചോദിക്കണ്ടേ. ഇല്ല, ഞാൻ പോയി പരാതി പറയലായിരുന്നു കേട്ടോ പതിവ്.